പാക്ക് ചെയ്യണേ കേട്ടാ. കബീർ കാ ആ നീ. അസ്സലാമു അലൈക്കും. വാലൈക്കും ഇസ്ലാം. എന്നാണ് നിക്കാഹ്? ആരാ? എനിക്കങ്ങോട്ട്. ഞാൻ സക്കരയുടെ നാട്ടിൽ നിന്നാ. അവൻ പറഞ്ഞ് എനിക്കറിയാം. അവൻ പണ്ടമായിട്ട് മുങ്ങിയല്ലേ? ഏയ് സത്യമുള്ളവന് വാങ്ങിയ സ്വർണവും കൂടെ ഒരു ഭാഗം വേറെയും ഭാര്യയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. സക്കരയുടെ ഭാര്യയുടെ കയ്യിലോ? അതെ, 35,000 തന്നെയാ കൊണ്ടുവന്നത്. താമസിച്ചതിന് ക്ഷമ ചോദിച്ചൊരു കത്ത് വായിച്ചു. കത്തോ? എന്നാ അയച്ചേ? കുറച്ച് ദിവസമായി കാണും. അല്ല, നിങ്ങളുടെ പേരെന്താ? ആ കത്ത് എനിക്ക് വേണമല്ലോ ഇക്ക. അല്ല, അത് നിൽക്കേണ്ടത് ഞാൻ തരുന്നു. ഇക്ക കത്തിങ്ങെടുക്ക്. തെളിവ് സൂക്ഷിക്കേണ്ടത് പോലീസുകാരുടെ ജോലിയല്ലേ. എടുക്ക്. ആ എന്തൊരു സൗന്ദര്യമാണ്. സിനിമയിൽ നായകനാവണ്ടോ? ചേച്ചി ലേസർ പ്രിന്റ് അവിടെ. എടാ ഗസ്റ്റ് ലിസ്റ്റിന്റെ കോപ്പി എടുത്തേ. അതെ, ഒരു 15 അടിച്ചോ? ഓക്കെ. എന്തിനാ കുറയ്ക്കുന്നേ? അത് തന്നെ ഇൻവിറ്റേഷൻ ആണ്, മെയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ജനുവരി 26 സെന്റ് ജോർജ് ഹാളിലോ? അതെ. ഇതേ പ്രോഗ്രാമിന്റെ ഫ്ലെക്സ് പ്രിന്റിംഗ് ആണല്ലോ അകത്ത് നടക്കുന്നത്? ഇതേ പ്രോഗ്രാമിന്റെ? ആ അതെ. നിങ്ങൾ ആൾക്കാർ തന്നെ? അല്ല, അവരകത്തുണ്ട്. അതാരാ? വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിയോളൂ. വന്നോ? എന്തു ഇത്? എങ്ങനുണ്ട്? സൂപ്പർ അല്ലേ? നിങ്ങളെല്ലാരും കൂടി ഇത് ആഘോഷിക്കുകയാണോ? പിന്നല്ലാതെ വരയെഴുത്തും ഇതിന്റെ എല്ലാ ചെലവും ഞങ്ങളെല്ലാം ചേർന്ന് അങ്ങ് എടുക്കുക. ആള് വരുവിടാ. നിങ്ങളോട് ഇത് ആരാ പറഞ്ഞേ? മനസ്സ് പറഞ്ഞു. അല്ല, അത് തെറ്റില്ല. നീ ഓർക്കുന്നുണ്ടോ, നിനക്ക് ദീർഘയ്ക്കുള്ള അവാർഡ് കിട്ടുന്ന 1 മാസം മുമ്പ് അങ്ങേര് ദൂരം മുങ്ങിയതാ. പക്ഷെ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അങ്ങേര് എങ്ങോട്ട് മുങ്ങിയാലും കൃത്യസമയത്ത് തന്നെ എത്തി. അതാണ് മുത്തുമണി. ആ വരുന്നു. ആ വാ. അത് കഴിഞ്ഞോ? ഉറപ്പാടാ, നിന്റെ അപ്പം വരും. എനിക്കും അങ്ങനെ തോന്നുന്നു. അയാളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് സർ എല്ലാത്തിൻ്റെയും ഉത്തരം. ആ തോന്നലുള്ളത് കൊണ്ട് എൻ്റെ അന്വേഷണം വളരെ സീക്രട്ടായിരുന്നു. ഗോവയിൽ വെച്ച് അയാൾ മകനെ കണ്ടുമുട്ടുന്നു, ശേഷം മിസ്സിംഗ് ആവുന്നു. പിന്നെ അയാൾ അന്വേഷിച്ച് അവിടേക്ക് പോകുന്ന അയാളുടെ ഭാര്യയും അപ്പനും. അപ്പോഴും എവിടെ നിന്നോ വന്നുകൊണ്ടിരിക്കുന്ന അയാളുടെ കത്തുകൾ. ഒരു മിസ്റ്ററിയുടെ ലക്ഷണമില്ലേ സർ? ഒരു മെനഞ്ഞെടുക്കപ്പെട്ട മിസ്റ്ററി. അല്ല, ഈ കത്തുകൾ സക്കറി എഴുതിയതല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ സർ, ഇത് അവസാനം വന്ന കത്താണ് സർ, കബീർ കല്ലായിക്ക്. ഈ കത്ത് പോയിരിക്കുന്നത് പ്ലാൻ തോട്ടത്തിൽ സക്കരയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. യു മീൻ? ജസ്സിയോ മകനോ അറിയാതെ ഈ കത്ത് കബീറിലെത്തില്ല സർ. എന്ന് വെച്ചാൽ സക്കര എവിടെ ഉണ്ടെന്ന് ജസ്സിക്കോ മകനോ നന്നായിട്ട് അറിയാം. എന്നിട്ട് കൂടുതൽ ഇൻട്രോഗേറ്റ് ചെയ്തില്ലേ അവരെ നിങ്ങൾ? ചെയ്തു സർ, പക്ഷേ അവര് പിടി തരുന്നില്ല. അവരെന്നെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുകയാണ് മനഃപൂർവ്വം. എനിക്കൊരു അറസ്റ്റിനുള്ള പെർമിഷൻ വേണം സർ. എടോ, സക്കറിയ വരുമെന്നും പറഞ്ഞ് ബാനറും കെട്ടി കാത്തിരിക്കുകയാണ് നാട്ടുകാരെല്ലാം. അതെ സർ, വന്നാലെല്ലാം അയാൾ പറയും, ഇല്ലേൽ ഇവരിൽ ഒരാൾ. ഓക്കെ, യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു സർ. മോളെ, നിങ്ങൾ ഇതുവരെ റെഡിയായി? ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ മോളെ. ജെസി, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ആ, പെട്ടെന്ന് ഇറങ്ങിക്കോ, പരിപാടി നമ്മുടെ കേട്ടോ. ഞാൻ പോവാ.
പ്രതീക്ഷ വരില്ലേടാ. അമ്മ അമ്മ കാത്തിരുന്ന് മടുത്തു. അതുകൊണ്ടാ. എന്നാ കാത്തിരിപ്പ് തീരുന്ന ദിവസം